കടന്നുപോയ വാരത്തിൽ ഏറ്റവും വേദനയോടെ നമ്മൾ കണ്ടത് മേപ്പാടിക്കടുത്ത് കള്ളാടിയിൽ മീനാക്ഷിപുരം പാലത്തിനടുത്ത് 7 പേര് മരിച്ചതായിട്ടാണ് ഇതുവരെയുള്ള റിപ്പോർട്ട്. എന്ന് വെച്ചാൽ 7 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. ഈ നിമിഷവും അവിടെ സ്നിപ്പർ ഡോഗ്സും കടാവർ നായകളുമൊക്കെ അവിടെ മൃതദേഹങ്ങളുണ്ടോ എന്നുള്ള പരിശോധന നടത്തിക്കൊണ്ടിരിക്കുക, മനുഷ്യർക്ക് പുറമേ. പക്ഷേ ഈ മഴക്കാലം വന്നപ്പോൾ ഇങ്ങനെയൊരു ദുരന്തമുണ്ടാവും. ഉടനെ മുഖ്യമന്ത്രി പറഞ്ഞൊരു വാചകമുണ്ട്, അത് കമ്പനിയുടെ ദോഷമാണ്. ഏത് കമ്പനിയാണ്? തുരങ്കപാതയ്ക്ക് വന്ന കൊങ്കൺ റെയിൽവേ. അവരോട് നേരത്തെ 2 ആഴ്ച മുമ്പേ പറഞ്ഞിരുന്നു പോലും ആ മണ്ണ് മാറ്റണമെന്ന്. അവർ തുരങ്കം നിർമ്മിക്കുന്നതിന് വേണ്ടി മണ്ണ് മാറ്റിയിട്ടതാണ്. പക്ഷേ ഹൈക്കോടതിയിൽ ഗവൺമെൻറ് കൊടുത്തതിനകത്ത് പറയുന്നു മെയ് 26 തന്നെ എന്ന് പറഞ്ഞാൽ അതിനിടയിൽ ജൂൺ മാസം പൂർണ്ണമായും കിടക്കുന്നു. അത്രയും നേരത്തെ തന്നെ അവർക്ക് അറിയിപ്പ് കൊടുത്തിരുന്നതാണ് എന്ന് ഗവൺമെൻറ് പറയുന്നു. അങ്ങനെ ഒരു അറിയിപ്പ് ഗവൺമെൻറ് ഒരു കമ്പനിക്ക് കൊടുത്തു, ഗവൺമെൻറ്റിൻ്റെ വർക്ക് നടത്തുന്നൊരു കമ്പനിക്ക് കൊടുത്തു. അവരത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കേണ്ട ഉത്തരവാദിത്വവും ഗവൺമെൻറ്റിനില്ലേ? എന്തിനാണ് ഗവൺമെൻറ്റിൻ്റെ മറ്റ് വകുപ്പുകൾ പ്രവർത്തിക്കുന്നത്? ഇത്തരം പണികൾ നടക്കുന്ന സ്ഥലത്ത് അത് അപകടകരമായാണോ നടക്കുന്നത്? നമുക്കറിയാം, മേപ്പാടിയിൽ വയനാട് നേരത്തെ ചൂരൽമല ദുരന്തം വന്നതാണ്. ആ ദുരന്തത്തിൻ്റെ സമയത്ത് ജീവിതങ്ങൾ നഷ്ടപ്പെട്ടതും കിടപ്പാടങ്ങളില്ലാതായതും എല്ലാ സ്വപ്നങ്ങളും ഒലിച്ചു പോകുന്നതും എല്ലാം നമ്മൾ കണ്ടതാണ്. അത്രയും മുന്നറിയിപ്പുകൾ പ്രകൃതി കൃത്യമായി തന്ന് അതേ പ്രദേശത്ത് ഇങ്ങനെ മണ്ണ് കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ, അത് അപകട സാധ്യതയുള്ള മേഖലയാണെങ്കിൽ, അത് മാറ്റാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയോ ഇല്ലയോ എന്ന് ഉറപ്പാക്കേണ്ട ബാധ്യത അത് സർക്കാരിനില്ലേ? ഒന്നും ചെയ്യാതിരുന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നതാണ് കമ്പനിയോട് എന്ന് പറഞ്ഞ് കൈ കഴുകാൻ ഈ മുഖ്യമന്ത്രിക്കല്ലാതെ ആർക്കാണ് കഴിയുക? അദ്ദേഹം സ്ഥലം കാണാൻ പോകുന്നതൊക്കെ നമ്മൾ കണ്ടു, അതൊക്കെ നല്ല കാര്യം. പക്ഷേ ആ നഷ്ടപ്പെട്ട ജീവിതങ്ങൾ തിരികെ കൊണ്ടുവരാൻ ഇദ്ദേഹത്തിൻ്റെ വാക്സാമർത്ഥ്യത്തിന് കഴിയുമോ? കേരള മുഖ്യമന്ത്രി എല്ലാം തിരിച്ചു പറയുന്ന ആളാണ്. അങ്ങനെ തിരിച്ചു പറഞ്ഞാൽ തിരിച്ചു വരുമോ ഈ ജീവിതങ്ങൾ? കഴിഞ്ഞ ആഴ്ചയിലെ വേറൊരു സംഭവം നമ്മൾ കാണുന്നു. 800 ചെറുപ്പക്കാരെ പിരിച്ചുവിടുന്ന ഒരു സ്ഥാപനം. നേരത്തെ നോട്ടീസ് കൊടുത്തിട്ടല്ല, രാവിലെ ജോലിക്ക് കയറാൻ ചെല്ലുമ്പോൾ ഇനി മുതൽ നിങ്ങൾക്കിവിടെ ജോലിയില്ല എന്ന് പറയാനുള്ള ധാർഷ്ട്യം ഈ കേരളത്തിൽ ഒരു കമ്പനി കാണിക്കുന്നു. കൊറോ ഹെൽത്താണ്, അമേരിക്കൻ കമ്പനിയാണ്. ആരുടെ കമ്പനിയുമാവട്ടെ, ഈ മലയാളത്തിൻ്റെ മണ്ണിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് അങ്ങനെയൊരു നിർദ്ദേശം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അവിടെ ജോലി ചെയ്തിരുന്ന ചെറുപ്പക്കാർ, കൂടുതലും പെൺകുട്ടികളാണ്, അവരോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുന്നു. കാരണം പറയുന്നത് കമ്പനി നഷ്ടത്തിലാണെന്നാണ്. കമ്പനിക്ക് കഴിഞ്ഞ വർഷം വരെ ലാഭമാണെന്ന് കൃത്യമായി കണക്കുകൾ കണ്ടു. ഈ വർഷത്തെ കണക്കുകൾ വരാനിരിക്കുന്നതല്ലേ ഉള്ളൂ. പിന്നെ എന്തിനടിസ്ഥാനത്തിലാണ് നഷ്ടം പറയുന്നത്? ഇനി നഷ്ടമാണെന്നിരിക്കട്ടെ, ഈ നാട്ടിൽ തൊഴിൽ മേഖലയെ സംബന്ധിക്കുന്ന തൊഴിൽ നിയമങ്ങളില്ലേ? അതിപ്പോൾ വന്നിരിക്കുന്ന ലേബർ കോഡ് അനുസരിച്ചിട്ടാണെങ്കിൽ പോലും 90 ദിവസത്തെ മുന്നറിയിപ്പ് കൊടുക്കണം. അത് തന്നെയുമല്ല, ഇങ്ങനെ റിട്രെഞ്ച്മെൻറ്റ് നടത്തുമ്പോൾ, തൊഴിലാളികളെ ഉപേക്ഷിക്കുമ്പോൾ അതിന് ഗവൺമെൻറ്റിന് നേരത്തെ അറിയിപ്പ് കൊടുക്കണം, അനുവാദം മേടിക്കണം. അങ്ങനെയുള്ള പല നിബന്ധനകളുമുണ്ട്. അതിനൊക്കെ കണക്കുകളുണ്ട്, ഇത്ര തൊഴിലാളികൾക്ക് മേൽ എന്ന് പറയുന്നത്. അതൊക്കെ പരമാവധി വ്യത്യാസപ്പെടുത്തി ലേബർ കോഡ്. എന്നാലും 800 തൊഴിലാളികൾ ജോലി ചെയ്യുന്നൊരു സ്ഥാപനം അങ്ങനെ ആളുകളെ പിരിച്ചുവിടണമെങ്കിൽ അത് ലേബർ വകുപ്പിനെ നേരത്തെ അറിയിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. അത് ചെയ്തിട്ടില്ല. പക്ഷേ അവരെ ചർച്ചയ്ക്ക് വിളിക്കാനോ, ചർച്ചയ്ക്ക് വിളിച്ചാൽ ഉത്തരവാദിത്വപൂർവമായ ഉത്തരം തരാത്ത ആ കമ്പനിക്കെതിരെ നടപടിയെടുക്കാനോ തയ്യാറാവാത്തൊരു ഗവൺമെൻറ്റിനെ നമ്മൾ കാണുന്നു. ഇപ്പോൾ ഹൈക്കോടതിയാണ് പറയുന്നവരോട് ചർച്ചയ്ക്ക് തയ്യാറാവാൻ. അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നു. ശരിയാണ്, ലേബർ കോഡ് എല്ലാ തൊഴിലവകാശങ്ങളെയും നിഷേധിക്കും. എന്നാലും ഇതൊരു അമേരിക്കൻ കമ്പനിയാണ്, ILOയുടെ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. അവർ വളരെ കൃത്യമായി പറയുന്നുണ്ടല്ലോ, ത്രികക്ഷി ചർച്ചകളുണ്ടാവണം തൊഴിൽ പ്രശ്നങ്ങളുണ്ടായാൽ. അതിവർക്ക് ബാധകമല്ലേ? ഇവിടെ നിലനിൽക്കുന്ന നിയമങ്ങൾ ബാധകമല്ലേ? ആ നിയമങ്ങൾ അനുസരിക്കാൻ തയ്യാറാവാത്തൊരു സ്ഥാപനം വന്നാൽ അവരെ നിലയ്ക്ക് നിർത്താനുള്ള ഇച്ഛാശക്തി ഒരു ഗവൺമെൻറ് കാണിക്കണ്ടേ? പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെൻറ് വാചകങ്ങൾ പറയുന്നതല്ലാതെ വേറൊന്നും ചെയ്യുന്നതായി നമ്മൾ കാണുന്നില്ല. പൂക്കിച്ചിരി കൊണ്ട് കള്ളാടിയിലെ ജീവിതങ്ങളെ തിരികെ കൊണ്ടുവരാനോ, ഭാവി നഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരുടെ സ്വപ്നങ്ങൾ തകർന്നു വീഴുമ്പോൾ
അവയെ പുനരെടുത്തു കൊടുക്കാനോ കഴിയും എന്ന് വിശ്വസിക്കാനാകുമോ? ഇനി ദേശീയ തലത്തിൽ അവിടെ ഇപ്പോഴും നമ്മുടെ അന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്നത് അയോധ്യയിലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ അത് പറയേണ്ടി വന്നു. പക്ഷേ ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് അതുമായി ബന്ധപ്പെട്ട കേസുകൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അലഹബാദ് ഹൈക്കോടതിയിലും ഉണ്ട്. അവിടെ ഒരു അന്വേഷണ ഏജൻസി അന്വേഷണം നടത്തുന്നുണ്ട്. അവർ നടത്തുന്ന അന്വേഷണം ഇപ്പോൾ അവിടേക്ക് വരുന്ന സംഭാവനകൾ എണ്ണുന്നവരുടെ ക്രമക്കേടാണെന്നുള്ളതിലാണ്. അതിനേക്കാളൊക്കെ എത്രയോ ആഴത്തിലുള്ള ക്രമക്കേടുണ്ടെന്ന് വന്നു. അങ്ങോട്ടേക്ക് വന്ന പുറത്തുനിന്ന് വന്ന സംഭാവനകൾ ക്ഷേത്ര നിർമ്മാണ സമയത്ത്, ഇതിലെ പ്രത്യേകതയുള്ള കാര്യം അതാണ്. ഈ ക്ഷേത്രത്തിനുമായി ബന്ധപ്പെട്ട ട്രസ്റ്റ് അത് പാർലമെൻറ്റിലാണത് ട്രസ്റ്റ് അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അത് CAGയുടെ ഓഡിറ്റിങ്ങിന് വിധേയമാക്കേണ്ടതാണ് എന്നുള്ള ആവശ്യം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ളൊരു സ്ഥാപനത്തിൽ ഇത്ര ഗൗരവതരമായ കുറ്റകൃത്യം ഉണ്ടായാൽ, ക്രമക്കേടുകൾ ഉണ്ടായാൽ അതിനെ ഗൗരവതരമായി സമീപിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവേണ്ടതല്ലേ? ഇതൊരു അമ്പലത്തിൽ മാത്രമല്ലല്ലോ. അവിടെ അയോധ്യയിൽ, പിന്നെ ബദ്രീനാഥ്, ആഗ്രയിൽ, അങ്ങനെ ഏതാണ്ട് എല്ലാ അമ്പലങ്ങളിലും, പ്രത്യേകിച്ചും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും സംഘപരിവാറിൻ്റെയും മേൽനോട്ടത്തിലുള്ള അമ്പലങ്ങൾ, വലിയ അമ്പലങ്ങളിലൊക്കെയും ക്രമക്കേടുകൾ നടക്കുന്നതായി വന്നുകൊണ്ടിരിക്കുന്നു. അവയ്ക്ക് നേരെ കണ്ണടച്ച് നിൽക്കാതെ ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയിൽ, പ്രധാനമന്ത്രി മുൻകൈയെടുത്ത് നടത്തിയ ഒരു നീക്കം എന്നുള്ള നിലയിൽ ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാവണം. പ്രധാനമന്ത്രി അവയ്ക്ക് ഉത്തരം നൽകേണ്ട ബാധ്യതയുമുണ്ട്. കാരണം അമ്പലങ്ങളുടെ പേരിലാണല്ലോ ഇപ്പോഴിരിക്കുന്ന കസേരയിൽ എത്തിച്ചേർന്നത്. അപ്പോൾ കസേരയിലേക്കുള്ള വഴി അത് അമ്പലങ്ങളായിരുന്നെങ്കിൽ അവിടെ നടക്കുന്ന ക്രമക്കേടുകളെ പറ്റിയിട്ടും ഉത്തരം പറയേണ്ട ബാധ്യത ഇതേ ഭരണകൂടത്തിനുണ്ട്. ഒരു ഭാഗത്ത് അമ്പലം കൊള്ളയാണെങ്കിൽ നമ്മൾ ഞെട്ടിക്കുന്ന വേറൊരു വാർത്ത നമ്മൾ കണ്ടു. ഒരു ദിവസം ഇന്ത്യയിൽ 13 പൊതുവിദ്യാലയങ്ങൾ, സ്കൂളുകൾ അടച്ചുപൂട്ടപ്പെടുന്നു. എല്ലായിടത്തും നമ്മൾ അറിവിന് വേണ്ടിയിട്ടുള്ള, വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള, വികസനത്തിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ്. 2500ഓളം സ്കൂളുകൾ മധ്യപ്രദേശത്തിൽ മാത്രം. നമുക്കറിയാം ഈ സ്കൂളുകളിൽ കൂടുതലും പൂട്ടുന്നത് വടക്കേ ഇന്ത്യയിലാണ്, BJP ഭരിക്കുന്നിടത്താണ്. അക്ഷരം അറിയേണ്ടത് ഒരാവശ്യമാണെന്നുള്ള തോന്നൽ അവർക്ക് അശേഷമില്ല. അക്ഷരത്തിനേക്കാൾ ഉപരി ആയുധം കയ്യിലെടുക്കുകയാണ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കുന്ന RSS ആണല്ലോ ഇവരെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഗൗരവതരമായി കാണേണ്ട ഒരു പ്രശ്നമാണ് സ്കൂളുകളുടെ ഇങ്ങനെയുള്ള അടച്ചുപൂട്ടൽ എന്ന് പറയുന്നത്. വരും തലമുറ, ഗ്രാമങ്ങളിൽ ഉയർന്നു വരുന്ന വരും തലമുറ, അവർക്ക് ദിശാബോധം കൊടുക്കേണ്ട സ്കൂളുകളാണ് അടച്ചുപൂട്ടുന്നത് എന്ന് നമ്മൾ ഓർമ്മിക്കണം. അന്തർദേശീയ തലത്തിൽ പ്രതീക്ഷയോടെ ഈ ലോകം മുഴുവൻ കണ്ടതാണ് അവിടെ ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ യുദ്ധത്തിലെ വെടിനിർത്തൽ വന്നത്. നിന്ന നിൽപ്പിൽ ട്രംപ് പറയുന്നു വെടിനിർത്തലില്ല, ഇറാനിലേക്ക് വിമാനങ്ങൾ പറക്കുന്നു, ബോംബുകൾ വർഷിക്കുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല രാജ്യങ്ങൾ തമ്മിലുള്ള കരാറുകളുടെ വിലയെന്താണ്, ഈ നേതാക്കളുടെ വാക്കുകളുടെ വിലയെന്താണ്, അവിടെ മരിച്ചു വീഴുന്ന മനുഷ്യരുടെ ജീവിതത്തിന് ഇവർ കൊടുക്കുന്ന വിലയെന്താണ്, ലോക സമാധാനത്തിന് ഇവർ എന്ത് വിലയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ജനനേതാവ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിൻ്റെ നേതാവ് ഇത്ര ഉത്തരവാദിത്തരഹിതമായി പ്രവർത്തിക്കുന്നത് നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ്. ലോകസമാധാനത്തിന് നോബൽ പ്രൈസ് കിട്ടാത്തതിൽ വളരെ ദുഃഖമുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. ആ നോബൽ പ്രൈസ് ലോകസമാധാനത്തിന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി ഒരു ദിവസം യുദ്ധവും പിറ്റേന്ന് സമാധാനവും കരാറും വീണ്ടും യുദ്ധം പ്രഖ്യാപിക്കാനും തയ്യാറാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഈ രാഷ്ട്ര നേതാക്കളുടെയൊക്കെ മനസ്സെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന്. സമാധാനം കാംക്ഷിക്കുന്ന ലോക ജനതയാകെ, ഇദ്ദേഹത്തിനടക്കം ഇത്തരം നേതാക്കൾക്ക്, നെതന്യാഹുവിനും ട്രംപിനുമൊക്കെ സൽബുദ്ധി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാവും. അവിടെ യുദ്ധം ഉണ്ടോ ഇല്ലയോ, തുടരുമോ ഇല്ലയോ എന്നുള്ള ആശങ്കകൾ നിൽക്കുമ്പോൾ മറ്റൊരു യുദ്ധം ശക്തമായി ഇറങ്ങുന്നു നമ്മൾ കാണുന്നുണ്ട്. ആ യുദ്ധം പക്ഷേ നമുക്കിഷ്ടമാണ്. ഫിഫ വേൾഡ് കപ്പാണ്. അതതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ക്വാർട്ടർ ഫൈനലുകൾ നടക്കുകയാണ്. സെമി ഫൈനലിലേക്ക് 2 രാജ്യങ്ങൾ ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. മറ്റ് രാജ്യങ്ങൾ ഉടനെ വരുന്നു. പല പ്രമുഖരും അവസാനിപ്പിക്കുന്നു. ഈ യുഗം വാണിരുന്ന റൊണാൾഡോയും നെയ്മറും ഒക്കെ ഇനി ലോകകപ്പിനില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. അവരുടെ രാജ്യങ്ങൾ പുറത്തായിരിക്കുന്നു. ആരൊക്കെ മാറിയാലും പുതിയ താരങ്ങൾ ഉയർന്നു വരുമെന്ന് നമുക്കറിയാം. ഇന്നലകളിൽ ഇന്ന് രംഗം വിടുന്നവർ, അവർ കാണിച്ചിരിക്കുന്ന വലുതായ മാതൃകകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നീറുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾക്കിടയിൽ നിന്ന്, പട്ടിണിയിൽ നിന്ന്, വിഷമതകളിൽ നിന്ന് ഒരു ഫുട്ബോളുമായി പറന്നുയർന്ന് ഈ ലോകം കീഴടക്കിയ റൊണാൾഡോയും നെയ്മറും അതുപോലെയുള്ള ആളുകൾ രംഗം വിടുന്നു. അങ്ങനെ രംഗം വിട്ടാലും
ഈ ലോകത്തിലെ ജനതയുടെ മനസ്സുകളിൽ അവർ നിറഞ്ഞു നിൽക്കും എന്നുള്ളതിൽ സംശയമില്ല.